ഹലോ എക്സാമിനർ +1 ഫാമിലി മക്കളെ, നിങ്ങൾക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 ആഴ്ചയെ നിങ്ങൾക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനും എല്ലാത്തിനും സമയം ബാക്കിയുള്ളൂ. സോ ഇനിയെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇനി പഠിക്കാം? കാരണം എനിക്ക് ഉറപ്പാണ് പല കുട്ടികളും എന്താണ് സർ 20 ഡേ സ്റ്റഡി ചാലഞ്ചൊക്കെ ഭയങ്കര ഉഷാറായിട്ട് തുടങ്ങിയതായിരുന്നു, പക്ഷേ അത് മര്യാദയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, കുറേ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല, കുറേ പഠിക്കാൻ ബാക്കിയുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതായിരിക്കും പലരുടെ അവസ്ഥ. ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഒന്നും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇമോജി അങ്ങ് ഇടുക, സർ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തായാലും 20 ഡേ സ്റ്റഡി ചാലഞ്ച് ഒന്നും ഫോളോ ചെയ്തില്ല, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, മറ്റേ മാരത്തോൺ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ വന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് പരീക്ഷ എഴുതാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ്സിൽ നടക്കുമായിരുന്നു, അത് +1 നടക്കാൻ പോകുന്നില്ല. കാരണം അത്രത്തോളം ചാപ്റ്റേഴ്സാണ്, അത്രത്തോളം കോണ്ടന്റ് ആണുള്ളത്, അത്രത്തോളം ഫിസിക്സിലൊക്കെയാണ് ഡെറിവേഷൻസ് ആണുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു പരിപാടി നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു ഓപ്ഷനായിട്ട് വെക്കരുത്. ഇനി വളരെ സിമ്പിളായിട്ട് ഉത്തരം തരാം. ഇനി പഠിച്ചു തുടങ്ങിയാലും, അതായത് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ല മാർക്ക് ക്രിസ്മസ് എക്സാമിന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? ആൻസർ വളരെ സിമ്പിളാണ്, യെസ്, ഓൾവേസ് യെസ്. നിങ്ങൾക്ക് ഈസിലി വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനെന്ത് ചെയ്യണം, കുറച്ച് നിങ്ങൾ എഫേർട്ട് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 14 ഡേ സ്റ്റഡി പ്ലാൻ, സിമ്പിൾ സ്റ്റഡി പ്ലാനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇതിലില്ല, സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇനി വരുന്ന 7 ദിവസം, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ, ഈ ആഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ഈ ടൈം ടേബിൾ പ്രകാരം, അതായത് ഇന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് റിഡോക്സ് റിയാക്ഷൻസ് വരെ ഇത്രയും ക്ലാസ്സസ് ഓരോ ദിവസം നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് വന്ന് എന്ത് ചെയ്യുക, ഓരോ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ തീർക്കുക. ഫിസിക്സിൻ്റെ ഒക്കെ ഫ്രൈഡേ വരാൻ പോകുന്ന ലൈവിൽ കംപ്ലീറ്റ് ഡെറിവേഷൻ തീർക്കുക. അപ്പം നിങ്ങൾ ആ ലൈവ് അറ്റൻഡ് ചെയ്താൽ എല്ലാ ഡെറിവേഷൻസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇതും നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് പുതിയതായിട്ടുള്ള സ്റ്റഡി പ്ലാൻ തരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ലൈവുകളും കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തു പ്രോപ്പറായിട്ട്, എന്തോ ഒപ്പിക്കുക അല്ല, പ്രോപ്പറായിട്ട് കവർ ചെയ്തു. എല്ലാ ലൈവും 7:30 നടക്കാം. ഇനി അതിനോടൊപ്പം നിങ്ങൾ ചെറിയൊരു കാര്യം കൂടി ചെയ്യണം. 7:30 മുൻപ് സമയമുണ്ട്, 7:30 കഴിഞ്ഞിട്ട് ലൈവ് കഴിയുമ്പോൾ 9-9:30 അതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്. ഈ സമയവും നിങ്ങൾ യൂസ് ചെയ്യണം. എന്തിന് യൂസ് ചെയ്യണം? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കുറേ ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്. 20 ഡേ സ്റ്റഡി ചാലഞ്ചിൽ നമ്മൾ ഇതുവരെ കുറേ വൺ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി ഒക്കെ എടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസും എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഇല്ല? അപ്പോൾ അതിൽ നിങ്ങൾ മിസ് ചെയ്ത ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ 7:30 മുൻപായിട്ടും അല്ലെ 9:30 ശേഷമായിട്ടും അല്ലെ രണ്ടിൻ്റെയും സമയത്ത് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസ് എടുത്ത് കാണാം. ലൈവ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓരോന്ന് വൺ ഷോട്ട് ഉണ്ടാവും, അത് പോയി എടുക്കുക, അത് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുക, പിന്നെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പൊക്കെ ചെയ്തിട്ട് അത് മാക്സിമം കണ്ടു തീർക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതായത് എല്ലാം കൂടെ, ഇപ്പം നിങ്ങൾ പെൻഡിങ് ആയാലും കുറേ ചാപ്റ്റർ ഉണ്ട്, 10 ചാപ്റ്റർ ഉണ്ട്, 10 ചാപ്റ്റർ എല്ലാം കൂടെ എന്തെങ്കിലും കാണിച്ച് വെക്കരുത്. പഠിക്കുന്ന ചാപ്റ്റർ പ്രോപ്പറായി പഠിക്കണം. അതിപ്പോൾ 4 ചാപ്റ്റർ നിങ്ങൾക്ക് ഈ ആഴ്ച എക്സ്ട്രാ പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ, ഇത് കൂടാതെ 4 ചാപ്റ്റർ എക്സ്ട്രാ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മതി. പക്ഷേ ആ 4 ചാപ്റ്റർ പ്രോപ്പറായിരിക്കണം. കാരണം അങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം എന്തായിരിക്കും അറിയോ, ക്രിസ്മസ് എക്സാമൊക്കെ എന്തെങ്കിലുമൊക്കെ മോഷനിലാണ്ടൊക്കെ പോയിരിക്കും. പക്ഷേ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കേണ്ടി വരും ഫസ്റ്റ് മുതൽ. കാരണം നിങ്ങൾ എന്തൊക്കെ ഒപ്പിച്ചല്ലേ കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരരുത്. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കണം. അത് പിന്നീട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. ആ ചാപ്റ്ററിൻ്റെ നോളേജ് പിന്നീട് പബ്ലിക് എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, അവിടെ വരുമ്പോഴും വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരരുത്. റിവൈസ് ചെയ്യാം, വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരരുത്. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. സോ അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 7 ലൈവുകളും പ്ലസ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന 3-4 ചാപ്റ്റേഴ്സും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ സെറ്റായി നിങ്ങൾക്ക് നിൽക്കും. പിന്നെ നിങ്ങൾ മാരത്തോണിനെ ആശ്രയിക്കുക. ഓബ്വിയസ്ലി നിങ്ങൾ മിസ് ചെയ്ത ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ മാരത്തോണിലെ ലൈവുകൾ അറ്റൻഡ് ചെയ്യുക, അതിൽ ചെയ്യുന്ന ക്വസ്റ്റൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിൽ മാക്സിമം മാർക്ക് നേടാൻ പറ്റും. ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, അതിന് ശേഷം വരാൻ പോകുന്ന മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ആകെ ചെയ്യേണ്ടത് എന്താണ് മക്കളെ, ഈ സ്റ്റഡി പ്ലാൻ 14 ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ, സർ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലൂയിഡ്സ് വെച്ചിട്ട് ലൈവിൽ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിന് മാക്സിമം മാർക്ക് വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വൈകുന്നേരം